റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വീണ ടീമുമായി ബന്ധമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ഷെൽ കമ്പനിയാണെന്നാണ് ഇഡിയുടെ നിഗമനം. കമ്പനിയുടെ ഓഫീസ് കോഴിക്കോട് പന്തീരാങ്കാവിലാണ് പ്രവർത്തിക്കുന്നത്. 2 നില കെട്ടിടത്തിലെ ഒറ്റമുറിയിലാണ് സ്ഥാപനമുള്ളത്. കമ്പനി വിവരങ്ങൾ വെള്ളപ്പേപ്പറിൽ എഴുതിയൊട്ടിച്ച നിലയിലാണ്. ഓഫീസ് മുറി അടഞ്ഞു കിടക്കുകയാണ്. അതേസമയം തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണങ്ങളാണ് എന്നും നിയമപരമായി നേരിടുമെന്നും പി എ മുഹമ്മദ് റിയാസ്. മലയാള മനോരമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പി എ മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. എ കെ അഭിലാഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. എ കെ അഭിലാഷ്, പന്തീരാങ്കാവിൽ ഒരു 2 നില കെട്ടിടത്തിന്റെ ഒറ്റമുറിയിലാണ് ഈ പറയുന്ന ലേക്കർ ഇന്ത്യയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ ആരും വരാറുമില്ല, ഒട്ട് പ്രവർത്തിക്കാറുമില്ല, ഇനിയൊട്ട് ജീവനക്കാരുമില്ല എന്നതും കണ്ടെത്തിയിരിക്കുന്നു അവിടെയുള്ള ഈ കെട്ടിട ഉടമയുടെ അടക്കം പ്രതികരണങ്ങളിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി, അതും വെള്ളപ്പേപ്പറിൽ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്, അല്ലാത്ത ഒരു നെയിം ബോർഡ് പോലുമില്ല, കമ്പനിയുടെ വിവരങ്ങൾ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല എന്നതിൽ നിന്നാണ് അതൊരു ഷെൽ കമ്പനിയാണ് എന്ന ഒരു ഊഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക്, നിഗമനത്തിലേക്ക് ഇഡി എത്തുന്നത്. എ കെ അഭിലാഷ്, ഏതായാലും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുഹമ്മദ് റിയാസ് നൽകിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പത്രികയിലാണ് ഇത്തരത്തിലുള്ള കമ്പനി ഉണ്ട് എന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ആ കമ്പനി എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് യാതൊരു തരത്തിലുള്ള വിശദീകരണവും ഒരു ഭാഗത്തും ലഭിച്ചിരുന്നില്ല. പക്ഷേ നീണ്ട പരിശോധനകൾക്ക് ശേഷം നമ്മൾ ഇന്ന് ആ കമ്പനി കണ്ടെത്തി. അതായത് പന്തീരങ്കാവിൽ നിന്ന് ഏതാണ്ട് 200 മീറ്റർ മാറി മണക്കടവ് റോഡിലാണ് അതായത് 3 നില കെട്ടിടത്തിന്റെ 1-ാം നിലയിലാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അവിടെ വലിയ തരത്തിലുള്ള ബോർഡുകളില്ല. ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ച നിലയിൽ, നേരത്തെ വീട് പോയ ആ പേപ്പർ വീണ്ടും ഒട്ടിച്ച നിലയിലുള്ള ഒരു ബോർഡ് മാത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്നുള്ളത് ഇതൊരു ഷെൽ കമ്പനിയാണ് എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ആ ഘട്ടത്തിലാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ശരിവെക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഇത്തരത്തിലൊരു കമ്പനി അവിടെ പ്രവർത്തിക്കുകയും ഉണ്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതിന്റെ ഉടമയ്ക്ക് പോലും ഇതെന്ത് കമ്പനിയാണ് എന്ന് അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് പല ആളുകളും വരികയും അവിടെ നിന്ന് എന്തോ സാധനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനും ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. 2023 ഡോക്ടർ അനീസിന്റെ പേരിലാണ് ഈ കമ്പനി വാടകയ്ക്ക് നൽകുന്നത്. അന്ന് ആദ്യം 3000 രൂപയായിരുന്നു, പിന്നീട് അത് 3500 രൂപയാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത്തരത്തിൽ ദുരൂഹതകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ കാര്യത്തിൽ എന്താണ് ഇത് ഷെൽ കമ്പനിയാണോ, ഇഡി ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ശേഖരിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. നാട്ടുകാർക്കോ അല്ലെങ്കിൽ പരിസരവാസികൾക്കോ പോലും തന്നെ, അതായത് അങ്ങനെ എന്തെങ്കിലും ഒന്നാണെങ്കിൽ അത് നാമനിർദ്ദേശ പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇത് മുഴുവനും വ്യാജ വാർത്തയാണ്. ആ വാർത്ത കൊടുത്ത സ്ഥാപനത്തിനെതിരെ നിയമ നടപടി ഉണ്ടാകും എന്നതാണ് പി എ മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇഡിയുമായി ബന്ധപ്പെട്ട പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് തന്നിൽ നിന്ന് ഇഡി വിശദീകരണം തേടിയെന്നും തന്റെ അക്കൗണ്ടിലൂടെ വീണയുടെ പണം മറ്റുള്ളവരിലേക്ക് പോയി എന്നുള്ള ആരോപണങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ട് ഒരു മാധ്യമം ഇത്തരത്തിൽ വാർത്തകൾ നൽകുന്നത്. ഇതിനെതിരെയാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് റിയാസ് പറയുന്നത്. കാരണം തന്റെ അക്കൗണ്ടിലൂടെ ഇത്തരത്തിൽ പണം പോയിട്ടില്ല, അല്ലെങ്കിൽ തനിക്ക് ആ നിലയിൽ യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് റിയാസ് പറഞ്ഞു വെക്കുകയും ചെയ്തത്. അതായത് വീണ എന്ന് പറയുന്നത് സ്വന്തം വ്യക്തിയാണ്, ബിസിനസ് നടത്താൻ അവകാശമുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് ആ നിലയിലുള്ള എല്ലാ സഹായവും വ്യക്തിപരമായി നൽകുമെന്ന് നേരത്തെ തന്നെ റിയാസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ബന്ധം താൻ തമ്മിലില്ല എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് ചോദ്യമാണ് പി എ മുഹമ്മദ് റിയാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.